അപ്പോൾ ഫ്രണ്ട്സ്, സ്വാഗതം ലക്ഷദ്വീപിലേക്ക്. നമ്മളപ്പോൾ കവരത്തി ഐലൻഡിൽ എത്തിയിരിക്കുകയാണ്. കാണുന്നുണ്ടോ? കവരത്തി കവരത്തിയാണ് കാണുന്നത്. ആകെ ചെറിയൊരു ദ്വീപാണ് കേട്ടോ. 6-7 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അതിൻ്റെ നീളമുള്ളൂ. നമുക്ക് ഈ ക്യാമറയിൽ തന്നെ അറ്റം എൻഡ് വരെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് ബ്രിഡ്ജാണ് കാണുന്നത്. ബ്രിഡ്ജ് ഫേമസ് ആണ്. നമ്മളൊരു പടത്തിൻ്റെ ഷൂട്ടിംഗ് അവിടെ നടന്നിട്ടുണ്ട്. അനാർക്കലി ലൈറ്റ് ഹൗസും കാണാം. കണ്ടില്ലേ? അപ്പോൾ നമ്മൾ കപ്പൽ അങ്ങോട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ നല്ല ഡാർക്ക് വെള്ളമാണ് കേട്ടോ. കാരണം അത്രത്തോളം ആയുണ്ട് അവിടെ. അതുകൊണ്ടാണ് വെള്ളത്തിന് ഈ ഒരു നിറം. കപ്പൽ അവിടെ വന്ന് നിൽക്കണമെങ്കിൽ എത്രത്തോളം ആയുണ്ടെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അല്ലേ. ഇപ്പോൾ നമ്മുടെ കപ്പൽ എടുത്തുകൊണ്ടിരിക്കുകയാണ്. വളരെ സ്ലോലിയാണ് കേട്ടോ അങ്ങോട്ട് എടുക്കുന്നത്. അവിടെ ഒരു ക്രെയിനും പിന്നെ എന്തൊരു പാലെല്ലാം വെച്ചിട്ടുണ്ട്. എനിക്ക് വന്ന ആൾക്കാർ ഇറങ്ങാനുള്ള സെറ്റപ്പാണെന്ന് തോന്നുന്നു. അപ്പോൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ബോളൊക്കെ കാണുന്നുണ്ടോ? അതിന് ടച്ച് ആകുന്നത് വരെ നമ്മുടെ കപ്പൽ ഇങ്ങോട്ടേക്ക് അടുക്കും. നല്ല ആഴമുള്ള നല്ല ഡീപ്പ് സ്ഥലമാണ്. ആ വെള്ളത്തിന് നിറങ്ങേണ്ട തന്നെ നമുക്ക് മനസ്സിലാവും. അത്രക്കും ആയുണ്ട് അവിടെ. അപ്പോൾ ഫുള്ളായിട്ട് എടുത്തു. ഇതാണ് നമ്മുടെ കുറച്ചുകൂടി വെളിച്ചം വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കവരത്തി ഐലൻഡിൻ്റെ കപ്പലിൽ നിന്നുള്ള വ്യൂ. അടിപൊളിയല്ലേ? എന്താ ഭംഗിയില്ലേ? ആൾക്കാരെല്ലാം പുറത്തേക്ക് വന്നിരിക്കുകയാണ്. എല്ലാവർക്കും കാഴ്ചകൾ കാണാൻ തന്നെ വന്നതാണ്. കപ്പലിലെ എല്ലാവരും ഏറ്റവും മുകളിലെത്തിയിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത വ്യൂ കേട്ടോ. അതാണ് കവരത്തി. ലൈറ്റ് ഹൗസ് ഉണ്ടോ? ലൈറ്റ് ഇങ്ങനെ മിന്നുന്നുണ്ട് അല്ലേ ഇവിടുന്ന്. നല്ല ആഴമുള്ള സ്ഥലമാണ് കേട്ടോ. അത്രയും കടലിലേക്ക് ഇറങ്ങിയിട്ടാണ് ബ്രിഡ്ജ് ഉള്ളത്. അവിടെയാണ് കപ്പൽ വന്ന് നിൽക്കുന്നത്. ഇവിടെ നമ്മുടെ കപ്പലിൽ അവിടുത്തെ ജനങ്ങളുണ്ട്. അവരൊക്കെ ഇറങ്ങും. അതിനുശേഷമാണ് നമ്മൾ ഇറങ്ങുക, ടൂറിസ്റ്റുകൾ ഇറങ്ങുക. ഓക്കെ, ഭയങ്കര വ്യൂ ആണ്, അടിപൊളിയാണ്. ലൈറ്റ് ഹൗസ് കാണുന്നുണ്ടോ? അനാർക്കലി ഷൂട്ട് ചെയ്ത ലൈറ്റ് ഹൗസ്. ബിജു മോനോനും പൃഥ്വിരാജ് ഇരുന്ന് സംസാരിക്കുന്ന ലൈറ്റ് ഹൗസ് ആണ് കാണുന്നത്. എന്തൊരു എക്സൈറ്റ്മെന്റ് ആണെന്നറിയോ. നമ്മൾ ലക്ഷദ്വീപിനെ കൂടുതൽ അറിഞ്ഞത് അനാർക്കലി പടത്തിലൂടെ ആയിരിക്കും അല്ലേ മലയാളികൾ. അങ്ങനെ കേസ് നമ്മുടെ കപ്പലിലെ ആൾക്കാർ ഇറങ്ങാനുള്ള ഒരു കോണി നമ്മൾ ക്രെയിൻ ഉപയോഗിച്ചാണ് കേട്ടോ അതിലേക്ക് കപ്പലിലേക്ക് ചാരി വെക്കുന്നത്. കണ്ടോ? പതുക്കെ രണ്ട് മൂന്ന് ആൾക്കാർ താഴെ പിടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് തള്ളുന്നുണ്ട്. അവിടെ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ക്രെയിൻ ഉപയോഗിച്ചാണ് കേട്ടോ അത് ചെയ്യുന്നത്. അങ്ങനെ സെറ്റായിട്ടുണ്ട്. ഒരാൾ വന്ന് എന്തോ ചെയ്യുന്നുണ്ടോ? ഓക്കെ, എൻ്റെ കയർ അയച്ചു. ക്രെയിനിലാണല്ലോ സെറ്റപ്പും. അങ്ങനെയാണ് ആൾക്കാർക്ക് കപ്പലിൽ നിന്ന് ഇറങ്ങാനുള്ള വഴി സെറ്റാക്കുന്നത്. ആദ്യം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അവിടെ ഒരു ക്രെയിനും പിന്നെ ഒരു ഇതൊക്കെ കണ്ടപ്പോൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇപ്പം മനസ്സിലായി എന്തിനാണ് അത് വെച്ചിട്ടുള്ളത് എന്നുള്ളത്. ആൾക്കാർ ഇറങ്ങി തുടങ്ങി. അത് ആൾക്കാരല്ല കേട്ടോ, ഒരു സ്റ്റെപ്പ് കോണി സെറ്റാക്കുന്ന ആളാണ്. ഇവിടെ എന്തോ ചെയ്യുന്നുണ്ട്. ഓക്കെ അതിൻ്റെ മുകളിൽ ഹാങ് ചെയ്തിട്ടോ. ഏറ്റവും എൻഡിലത്തെ അവിടെ ഒരു കയറ് വെച്ചിട്ട് ട്രെയിനിൻ്റെ ഇതിൽ ഹാങ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് പതുക്കെ പൊക്കി വെച്ചു. ഇപ്പോൾ ആൾക്കാർ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെയാണ് കപ്പലിലേക്ക് ആൾക്കാരെ കയറ്റുന്നത്. അതേപോലെ തന്നെ അതിലൂടെ ഇറങ്ങി പോവുകയും ചെയ്യാം ആൾക്കാർ. ഇപ്പോൾ ഇത് നമ്മുടെ ഇത് വേറെ ഐലൻഡിലേക്ക് പോകും. നമ്മുടെ ടൂറിസ്റ്റുകൾ ഇറക്കിയ ശേഷം അവിടെയുള്ള യാത്രക്കാരാണെന്ന് തോന്നുന്നു. അവിടുത്തെ ആൾക്കാർ, ലക്ഷദ്വീപിലെ സാധാരണക്കാർ, അവിടുത്തെ ആൾക്കാർ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്.
എന്താല്ലേ ഇതൊക്കെ കപ്പലിൽ ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ. അങ്ങനെ വളരെ അടിപൊളി പ്ലേസ് ആണ് കേട്ടോ. ആ പാലൊക്കെ നമ്മൾ അനാർക്കലി പടത്ത് കണ്ടിട്ടുണ്ടാവും. പടം ഒന്ന് കണ്ടു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പാലമൊക്കെ. അത് എനിക്ക് എൻ്റെ മനസ്സിലുണ്ട്. പൃഥ്വിരാജ് ചാടുന്നൊക്കെ ഇല്ലേ പിടിക്കാൻ വേണ്ടിയിട്ട്, അതൊക്കെ ഈ പാലത്തു നിന്നാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. അങ്ങനെ ഭക്ഷണം കഴിക്കാനുള്ള ടൈമായി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കറക്റ്റ് ടൈമാണ് 7 to 7:30. അതിനുള്ളിൽ നമ്മളെ ഭക്ഷണം 7 മണി നമുക്ക് അനൗൺസ്മെന്റ് വരും. നമ്മൾ ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിച്ചിട്ട് 8 മണി നമുക്ക് നമ്മൾ നോർമലി നമ്മൾ ഇറങ്ങണം ഐലൻഡിലേക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു, നമ്മളെ ഇറങ്ങാണ്. ഇതിലെയാണ് നമ്മൾ ഇതേപോലെ തന്നെയാണ് നമ്മൾ ഇറങ്ങേണ്ടത്. ചെറിയൊരു ആട്ടോ അനക്കമൊക്കെ ഉണ്ട് കേട്ടോ. ഒക്കെ നൈസായിരുന്നു, അടിപൊളി. ആൾക്കാർ ഇങ്ങോട്ടേക്ക് കയറാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. നമ്മൾ ടൂറിസ്റ്റുകളെല്ലാം ഒരുമിച്ചാണ് കേട്ടോ ഇറക്കുന്നത്. അവിടെ ഉള്ളിലുള്ള അവിടത്തേക്കുള്ള ആൾക്കാർ ഓൾറെഡി ഇറങ്ങിക്കഴിഞ്ഞു. ഇപ്പം നമ്മൾ ഇറങ്ങി. കറക്റ്റ് ഒരു 8 മണിയായി. നമ്മളെ കപ്പലിൻ്റെ വ്യൂ കണ്ടോ, പാലവും നൈസ്. അനാർക്കലി പടത്തിൽ പൃഥ്വിരാജ് ചാടുന്ന ഒരു സ്ഥലമില്ലേ, അത് ഈ ഒരു ഏരിയ ആണ്. ഇവിടെ നിന്നാണ് പൃഥ്വിരാജ് ആളെ പിടിക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലെടുത്ത് ചാടുന്നത്. അങ്ങനെ നമ്മളെ വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടിയിൽ നമ്മൾ പോകേണ്ടത് കേട്ടോ. അങ്ങനെ നമ്മുടെ ക്യാരിയും ടീമും വണ്ടിക്കുള്ളിലുണ്ട്. ഇപ്പം നമ്മളിവിടെ ഒരു ഐലൻഡ്, നമ്മളെ കൽപ്പനിയിൽ കണ്ടതുപോലെ തന്നെ വേറൊരു കവരത്തിയിലുള്ളൊരു റിസോർട്ടിലേക്കാണ് പോകുന്നത്. ഒരു ബീച്ച് റിസോർട്ട്. പാലം നോക്കി. നമ്മളെ ലൈറ്റ് ഹൗസ് ഇങ്ങനെ അടുത്തടുത്ത് വരുന്നുണ്ട് കേട്ടോ. ആ പടത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ലൈറ്റ് ഹൗസ്. പൃഥ്വിരാജും ബിജു മേനോനൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ലൈറ്റ് ഹൗസ് അതിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ. ബീച്ച് സൈഡ് തന്നെയാണ്. ഇവിടെ സെക്യൂരിറ്റി കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ കവരത്തിയിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതാണ് കവരത്തി റോഡ്. ഇപ്പോൾ ലക്ഷദ്വീപ് കവരത്തി റോഡാണ്. എല്ലാ സ്ഥലത്തും കോൺക്രീറ്റ് ആണ് കേട്ടോ. അവിടെ താറ് എന്നുള്ള പരിപാടിയില്ല, കോൺക്രീറ്റ്. ചെറിയ റോഡും ആയിരിക്കും. നൈസ്. നമ്മളെ കേരളം തന്നെ കണ്ടാൽ ഒരു, ഞാൻ പറഞ്ഞില്ലേ, ലക്ഷദ്വീപിലെ ഈ കടലിന്റെ ഒരു മനോഹര ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ, ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മളെ കേരളമാണ്. ഫുള്ള് തെങ്ങാണ്, ഇഷ്ടംപോലെ വീടുകളുണ്ട്. അപ്പോൾ നമ്മളൊരു പെട്രോൾ പമ്പ് കേട്ടോ, ഇന്ത്യൻ ഓയിലിൻ്റെ ഒരു പെട്രോൾ പമ്പ്. ചോദിച്ചപ്പോൾ അവിടെ പെട്രോൾ ഇല്ല, ഒരു മാസം മുമ്പേ പെട്രോൾ തീർന്നു. അവിടെ പെട്രോളൊക്കെ കപ്പലിൽ നിന്ന് വരണ്ടേ, അപ്പോൾ അതുകൊണ്ടാണ് അത് വരും എന്നാണ് പറഞ്ഞത്. ഇവിടെ അല്ലാത്ത സമയത്ത് റേഷൻ കടയിൽ നിന്നാണ് അളന്ന് കൊടുക്കുന്നത്. ഇന്ത്യൻ ഓയിലിന്റെ പെട്രോൾ പമ്പാ. ആള് ഗംഭീര ഡ്രൈവർ ആട്ടോ, എന്താ കറക്കല്. അങ്ങനെ നമ്മുടെ സ്പോട്ട് എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മൾ ഇന്നത്തെ ആക്ടിവിറ്റീസ് നടക്കുന്ന കവരത്തിയിലെ ഐലൻഡ്. ഇവിടെയും ഉണ്ട് വെൽക്കം ഡ്രിങ്ക്, സെയിം തന്നെ. തേങ്ങ വെള്ളം, ഇളനീറ്റിന്റെ വെള്ളം തന്നെയാണ് നമ്മുടെ വെൽക്കം ഡ്രിങ്ക്. നല്ല ചൂടായതുകൊണ്ട് ഏറ്റവും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഡ്രിങ്ക് തന്നെ കേട്ടോ. അങ്ങനെ ഇളനീറ്റ് വെട്ടി നമുക്ക് തന്നു. ഇതാണ് നമ്മുടെ റിസോർട്ട്. ഈ ബീച്ചിന്റെ പേര് വെസ്റ്റ് ഐസ്ലാൻഡ് എന്നാണ് പറഞ്ഞത്. അത് തന്നെയാണോ എന്നുള്ളത് ചെറിയ ഡൗട്ട് ഉണ്ട്. എന്നാലും വെസ്റ്റ്, നമ്മൾ നോർത്തിലാണ് കപ്പൽ ഇറങ്ങിയിട്ടുള്ളത്. അതിനുശേഷം നമുക്കിവിടെ ചെറിയ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ അവിടെയുള്ള ആക്ടിവിറ്റീസിൻ്റെ പ്രൈസ്, പിന്നെ മറ്റുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവർ ഒരാൾ നമുക്ക് പറഞ്ഞു തരും.
അവിടെ ഇത് എഴുതി വെച്ചിട്ടുണ്ട്, അവിടുത്തെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നും അതിൻ്റെ റേറ്റ് എന്താണെന്നും പിന്നെ ടൈമിങ് ടു സെറ്റ് സംഭവങ്ങൾ, സ്കൂബ ഡൈവിങ്, അതിൻ്റെ റേറ്റ് കാര്യങ്ങൾ, ഡീപ്പ്, അങ്ങനെയൊക്കെ പല രീതിയിലുള്ള ആക്ടിവിറ്റീസും പിന്നെ അവിടുത്തെ ടോട്ടലി ഡീറ്റെയിൽസ് മൊത്തമാണ് എഴുതിയിരിക്കുന്നത്. ഇത് നമ്മൾ സ്കൂബ ഡൈവിങ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നമ്മൾ ഒരു ഫോം പൂരിപ്പിച്ചു കൊടുക്കണം കേട്ടോ. നമ്മുടെ പേര്, ഫോൺ നമ്പർ, ഫുൾ ഡീറ്റെയിൽസ്, നമുക്ക് എന്തെങ്കിലും അസുഖ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ സ്കൂബ ഡൈവിങ് ചെയ്യാൻ. അങ്ങനെ നമ്മളിപ്പോൾ പോകുന്നത് ഗ്ലാസ് ബോട്ട് സഫാരിക്ക് വേണ്ടിയിട്ടാണ്. അത് ഒരു ആക്ടിവിറ്റീസ് ആണ് അവിടുത്തെ. ഇത് നമ്മുടെ പാക്കേജ് ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, ഇത് പാക്കേജ് ഇൻക്ലൂഡ് ആണ്, എക്സ്ട്രാ പേയ്മെൻ്റ് ഒന്നുമില്ല. അങ്ങനെ നമ്മൾ ഗ്ലാസ് ബോട്ട് സഫാരിക്ക് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് കാഴ്ചകൾ കണ്ടുകൊണ്ട് പോകാം. നല്ല എക്സ്പീരിയൻസ് ആണ്, നല്ല കാഴ്ചയാണെന്നാണ് കേട്ടിട്ടുള്ളത്. നമുക്ക് നേരിട്ട് കാണാം. അങ്ങനെ ഗ്ലാസ് ബോട്ടിൽ കയറിയിരിക്കുകയാണ്. ചെരുപ്പൊക്കെ അവിടെ അയച്ചു നോക്കണം. കേട്ടോ ഗ്ലാസ് ബോട്ട്, നമ്മൾ വെള്ളത്തിൻ്റെ അടിയിലുള്ള ദൃശ്യങ്ങൾ ആ ഗ്ലാസ്സിലൂടെ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. അപ്പോൾ മീനിനെയും കടലിലെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. എക്സൈറ്റ്മെൻറ്റിലാണ്. അപ്പോൾ ബോട്ടെടുത്തു, കുറച്ച് ഉള്ളിലേക്ക് ഉള്ള യാത്രയിലാണ്. നൈസ്. ഇവിടുത്തെ കടലിൻ്റെ കളറാണ് ഒരു രക്ഷയില്ലാത്തത്. നമുക്ക് കണ്ടില്ലേ, ഒരു വൈറ്റ് കണ്ടില്ലേ, ആ ഗ്ലാസ് ബോട്ടിൻ്റെ ഉള്ളിൽ കൂടി കാണുന്ന നോക്കിയേ, എന്താ രസമല്ലേ. ഭയങ്കര കടലിന്റെ അടിയാണ് കാണുന്നത്. ബ്ലൂ കളറ് ഉണ്ടോ. ഇതൊക്കെ ചെറിയ ചെറിയ മീനുകളൊക്കെ ഉണ്ട്. കടൽ കോറൽസ്, മീനുകൾ. നൈസ്. ഇതാ രസമല്ലേ. ഇതൊക്കെ കടലിൽ ഓരോ സംഭവങ്ങളാണ് കേട്ടോ. കോറൽസ് ഉണ്ട്, പിന്നെ ഇഷ്ടംപോലെ മീനുകളുണ്ട്. ഇതൊക്കെ കറക്റ്റ് ക്ലിയർ ആയിട്ട് ചെയ്താ കണ്ടോ. പലതരം സംഭവങ്ങളാണ് നമ്മുടെ കടലിൻ്റെ അടിയിലുള്ളത്. അതൊക്കെ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് ഗ്ലാസിൻ്റെ ഉള്ളിലൂടെ കാണാൻ പറ്റും. ബെസ്റ്റ് അനുഭവമാണ്. ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. കണ്ടില്ലേ, കടലിൻ്റെ അത് ഗ്ലാസ് ആണ് ഫുള്ള്. അതിനുള്ളിൽ കൂടി നമുക്ക് കടലിൻ്റെ അടി കാണാൻ പറ്റുന്ന, അതാണ് എൻ്റെ ഹൈലൈറ്റ്. ഇതാണ് ഗ്ലാസ് ബോട്ട് റൈഡ്. കോറൽസ് ഉണ്ടോ, ഇതൊക്കെ ഡെഡ് കോറൽസ് കേട്ടോ, ഇതിന് ജീവനില്ല. മീനൊക്കെ പോകുന്നുണ്ട്. കളർ മീൻ, നമ്മൾ അക്യൂറത്തികളും കാണുമ്പോഴത്തെ മീനുകൾ. ഇതൊക്കെ കടലിനിടയിൽ ഇങ്ങനെ, ഇതൊക്കെ ഡെഡ് കോറൽസ് ആണ്. ഇതൊക്കെ ജീവനില്ലാത്ത കോറൽസുകളാണ്. എന്റെ പൊന്നോ, നോക്കിയേ, ഇതെന്താണ് ഇത് കാണുന്നത്? ടൈഗർ ഫിഷോ? എന്താ കളറൊക്കെ ബ്ലാക്ക് ആൻഡ് യെല്ലോ. എത്രയോ ഉള്ളത്, ഒരു രക്ഷയില്ലോ. വളരെ നൈസ്. ഇത് കാണേണ്ട കാഴ്ചയാണ് കേട്ടോ. ഭയങ്കര അനുഭവമാണ് കേട്ടോ. ഭയങ്കര രസമാണ് കാണാൻ. എത്ര മീനുകളാ നോക്കി. ഉള്ള ഒരേ മോഡൽ മീനുകൾ, കറുപ്പും മഞ്ഞയും കളർ. എന്ത് രസമല്ലേ. നൈസ്. ഒരു രക്ഷയില്ല കേട്ടോ. എന്തൊരു ഭംഗി. എന്തൊക്കെ ജീവികളാണ് നമ്മൾ കടലിനടിയിലല്ലേ. ഇതാ പിന്നെയും വന്നിട്ടുണ്ട് ഒരു കൂട്ടം. അതിപ്പോ വേറെ മീനുകളായിട്ടോ, ബ്ലാക്ക് കളർ. എത്രയോ മീനുകളല്ലേ. നമ്മുടെ കപ്പലിന്റെ ചില്ലിന്റെ അടുത്ത് വന്ന് നിൽക്കുക. ഇതെന്തെങ്കിലും തീറ്റയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ വരും എന്നാണ് അവർ പറയുന്നത്. അത് അതിലൊന്നും ഉണ്ടായിരുന്നില്ല, അവർ പറയാത്തോണ്ട്. അല്ലാണ്ട് തന്നെ വരുന്നുണ്ട്. കണ്ടില്ലേ എത്ര മീനുകളാ. അടിപൊളി. ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ലക്ഷദ്വീപിൽ വന്നിട്ട് കടലിൽ കൂടി തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. അത് ഭയങ്കര അനുഭവമാണോ.
പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും ബ്യൂട്ടിഫുൾ ആണ്. ഇത്ര മീനുകളല്ലേ. പലതരം കളറിലും പലതരം സൈസിലും ഒരുപാട് മീനുകളുണ്ട്. ഒരു രക്ഷയില്ല. ഇത് രസം, എന്ത് ഭംഗിയാണ് അതിൽ കാണാൻ വേണ്ടിയിട്ട്. അതൊക്കെ നീല ഒരുപാട് മീനുകളുണ്ട്. അത് കുറച്ച് ഉള്ളിലോട്ട് പോയിട്ട് അവര് മീനുള്ള സ്ഥലത്ത് നിന്നാണ് നമുക്കിതൊക്കെ കാണിച്ചു തരുന്നത്. വളരെ ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. നല്ലൊരു എക്സ്പീരിയൻസ്, ഒരു പ്രത്യേക മൊമെന്റ്സ് ആണ്. അടിപൊളി. മീനുകളല്ലേ. കടലിന്റെ ഉള്ളിലെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ഒരു സ്വർഗം തന്നെയാണ്. നമ്മൾ സ്കൂബ ഡൈവിംഗ് കൂടി ചെയ്യുന്നുണ്ട്. അത് വേറെ ലെവലായിരിക്കും. എന്തായാലും ചെയ്യണം. അതൊക്കെ നമ്മളെ കൊത്തിപ്പറിക്കുന്നുണ്ട് ക്ലാസിന്റെ സൈഡിൽ. ഈ കാണുന്നത് കോറൽസുകളാണ്, എന്ന് വെച്ചാൽ മലയാളത്തിൽ പവിഴം. ഈ കോറൽസ് അവർ ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇതൊരു നെറ്റ് പോലെ, കമ്പി കൊണ്ട് നെറ്റ് പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ കാണുന്നുണ്ടാവും. വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ട് എനിക്കറിയില്ല. ചെറിയതായിട്ട് ഇത് ഉണ്ടാക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സമുദ്രജീവികളുടെ വീടാണ്. ഇതില്ലെങ്കിൽ മീനുകൾക്കും ആവാസ സ്ഥലം നഷ്ടമാകും, സമുദ്ര ജീവിതം തന്നെ തകരാറിലാവും. അതുകൊണ്ട് തന്നെ കോറൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കടലിൽ. അത് ഉണ്ടാക്കുന്നുണ്ട്. ഇതേപോലെ കണ്ടില്ലേ, കോറൽസ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഇതേപോലെ നെറ്റ് കെട്ടിയിട്ട്, എന്നുവെച്ചാൽ കമ്പി കൊണ്ട് നെറ്റ് പോലെ കെട്ടിയിട്ട് അതിൽ കോറൽസ് വളർത്തുകയാണ്. അങ്ങനെ വളരെ സന്തോഷകരമായിട്ടാണ് നമ്മൾ ഈ തിരികെ പോകുന്നത്. കാരണം അത്രയും നല്ല മനോഹരമായ കാഴ്ചയാണ് നമുക്ക് സമ്മാനിച്ചത്. ഈ ഗ്ലാസ് ബോയ് യാത്ര ലക്ഷദ്വീപിലെ ഒരു ഹൈലൈറ്റ് ആക്ടിവിറ്റിയാണ്. അത് നമുക്ക് വളരെ വളരെ മനോഹരമായ കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങനെ ഇതൊക്കെ അനുഭവിക്കുക എന്നുള്ളത് ജീവിതത്തിലെ വലിയ കാര്യമാണ് കേട്ടോ. ഇപ്പോൾ ലക്ഷദ്വീപിൽ വരാൻ ആഗ്രഹമുള്ള ആൾക്കാർ വന്ന് ഇതൊക്കെ എൻജോയ് ചെയ്യണം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഭയങ്കര കളറാണ് കേട്ടോ, ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. കടലിന്റെ കളറാണ് ഇവിടുത്തെ മെയിൻ. അത് നമുക്ക് കണ്ടാലും മതി വരില്ല, അത്രയും സുന്ദരമാണ്. അങ്ങനെ നമ്മൾ കരയിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കയാക്കിംഗ് ചെയ്യുന്നത് കാണാം. വീഡിയോ ഉണ്ട് കേട്ടോ, കയാക്കിംഗ്. നമ്മൾ കൽപ്പനയിൽ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു. ആ വീഡിയോസ് കാണാത്തവർ കാണുക. ഇനി നാളെ നമ്മൾ സ്കൂബ ചെയ്യുന്നുണ്ട്. നാളെ മീൻസ് അടുത്ത എപ്പിസോഡിലായിരിക്കും സ്കൂബയുടെ വീഡിയോ കാര്യങ്ങൾ ഉണ്ടാവുക. അപ്പോൾ അത് കാണുക. കാരണം ഇതിനെക്കാട്ടും വലിയ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. അത് തന്നെയാണ് പ്രതീക്ഷ. സ്കൂബ ഡൈവിംഗ് ആണ് ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. കണ്ടില്ലേ, അതിന്റെ പരിശീലനം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നെക്സ്റ്റ് എപ്പിസോഡിൽ സ്കൂബ ഡൈവിങ്ങിന്റെ റേറ്റും എല്ലാ ഡീറ്റെയിൽസും ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നതായിരിക്കും. അപ്പോൾ അത് മറക്കാതെ കാണുക. അപ്പോൾ മുമ്പുള്ള എപ്പിസോഡുകൾ കാണാത്തവർ കാണാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ബൈ.